ഹായ്, ചിരിച്ചാൽ ആയുസ് കൂടുമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ? ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കണം ഉദ്ദേശിക്കുന്നത്. ചിരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് മുഴുവനായിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനുമൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന കാര്യം തന്നെയാണ് ചിരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ സ്ട്രെസ് റിലീവറാണ്. നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഹോർമോണുകളാണ്. ഹോർമോണുകളുടെ മാറ്റങ്ങൾ കാരണമാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാകുന്നതും ഒക്കെ ഹോർമോൺസ് ആണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ഹോർമോൺസ് ആണ് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോണിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചിരി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കാമാവാനും നമുക്ക് റിലാക്സ് ആവാനും നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസ് കുറയുകയും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസാവുകയും ചെയ്യുന്നു. അതുമൂലം നമുക്ക് സ്ട്രെസ് ഒരു പരിധി വരെ നമുക്ക് ചിരിക്കുന്നതിലൂടെ നമുക്ക് അത് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. സ്ട്രെസ് കുറക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇത് നമ്മുടെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഇത് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അധികമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് അധികമാവുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഇത്തരം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനും അതുമാത്രമല്ല നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് വർദ്ധിക്കാനും ഒക്കെ ഈ ചിരിയിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ചിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകളെ കണ്ടാലൊക്കെ ഒരു പുഞ്ചിരിയോടുകൂടി കാണുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് റിലേഷൻഷിപ്പ്, ആളുകളൊക്കെ അദ്ദേഹവുമായി ബന്ധം സ്ഥാപിക്കാനും അതുപോലെ തന്നെ അവരുമായി സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായി. എന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു മുഖത്ത് കാണുന്ന ഒരു പ്രസന്നത, ഒരു പുഞ്ചിരിയായിരിക്കും അതിന് പ്രധാന കാരണം. അപ്പോൾ ചിരിയുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സോഷ്യൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ചിരി വളരെയധികം സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ മാനസികാരോഗ്യം, മെൻ്റൽ വെൽബീയിങ് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നത്. നമ്മുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടും നമുക്ക് റിലാക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചിരി ഒരു പരിധി വരെ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഇനി ചിരിക്കാൻ ഒരിക്കലും മടിക്കരുത്. ചിരിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം മനസ്സറിഞ്ഞ് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലാഫിംഗ് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.